Hi all, welcome to this channel. ഇന്ന് നമുക്ക് ഫയലും ഫോൾഡറും തമ്മിലുള്ള ഡിഫറൻസും കൂടാതെ ഒരു ഫയലോ ഫോൾഡറോ അതായത് ഏതെങ്കിലും ഒരു ഡാറ്റ നഷ്ടപ്പെട്ടു പോയാൽ എങ്ങനെ അത് തിരിച്ചെടുക്കാമെന്ന ഒരു സിമ്പിൾ മെത്തേഡും കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. വാട്ട് ഈസ് ഫയൽ ആൻഡ് ഫോൾഡർ? ഒരു കോമൺ സ്റ്റോറേജ് യൂണിറ്റ് ആണ് ഫയൽ. ഗ്രൂപ്പ് ഓഫ് ഫയൽസ് അടങ്ങിയതാണ് ഒരു ഫോൾഡർ. അതായത് ഒരു ഫോൾഡറിൽ ഒന്നോ അതിലധികമോ ഫയൽസ് ഉണ്ടാകും. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു ലൈബ്രറി പോയാൽ എല്ലാ ബുക്സും തരംതിരിച്ച് വെച്ചത് കാണാം. അതായത് കവിത ഒരു സെക്ഷൻ, കഥ ഒരു സെക്ഷൻ, നോവൽ ഒരു സെക്ഷൻ, അതുപോലെ ഇപ്പോൾ കവിതൻ്റെ ഒരു സെക്ഷനിൽ ധാരാളം കവിതൻ്റെ ബുക്സ് ഉണ്ടാകും, കഥൻ്റെ ഒരു സെക്ഷനിൽ ധാരാളം കഥൻ്റെ ബുക്സ് ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഫയലും ഫോൾഡറും തമ്മിൽ. പല തരത്തിലുള്ള ഫയൽസ് ഉണ്ട്. വീഡിയോ ഫയൽ, ഓഡിയോ ഫയൽ, ഇമേജ് ഫയൽ, ടെക്സ്റ്റ് ഫയൽ, അങ്ങനെ. ഈ ഫയൽസിനൊക്കെ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് വ്യത്യസ്ത ഫോൾഡറിൽ നെയിം കൊടുത്തിട്ട് സേവ് ചെയ്ത് വെക്കാം. അതായത് ഫയലുകളെ ഒരു നിശ്ചിത ഓർഡറിൽ കീപ്പ് ചെയ്യാൻ നമ്മൾ ഫോൾഡർ യൂസ് ചെയ്യുന്നു എന്നർത്ഥം. ഏതൊരു ഫോൾഡറിനും അതിൻ്റേതായ ഫോൾഡർ നെയിമും ഉണ്ടാകും. അതുപോലെ തന്നെ ഏതൊരു ഫയലിനും അതിൻ്റേതായ ഫയൽ നെയിമും ഉണ്ടാകും. ഒരു ഫയൽ നെയിം നമ്മൾ കൊടുക്കുമ്പോൾ അതിന് ഒരു 8 ക്യാരക്ടേഴ്സ് മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ. എല്ലാ ഫയൽസിനും ഫുൾ സ്റ്റോപ്പിന് ശേഷം 3 ക്യാരക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാകും. ഈ ഫയൽ എക്സ്റ്റൻഷൻ ആണ് ഫയൽ ഏത് ഫോർമാറ്റ് ആണെന്ന് നിശ്ചയിക്കുന്നത്. വ്യത്യസ്ത ഫയലുകളും കുറച്ച് ഫയൽ എക്സ്റ്റൻഷനും നമുക്ക് നോക്കാം. ക്രിയേറ്റ് ഫോൾഡർ, ഡിലീറ്റ് ഫോൾഡർ. ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ന്യൂ എന്ന ഓപ്ഷനിൽ ഫോൾഡർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഫോൾഡർ അപ്പിയർ ആവും. ഫോൾഡറിൻ്റെ താഴെ ന്യൂ ഫോൾഡർ എന്ന് ബ്ലൂ കളറിൽ കാണാം. അവിടെ നമുക്ക് ഫോൾഡർ നെയിം കൊടുക്കാം. ഇപ്പോൾ ഞാൻ സ്വീറ്റ് എന്ന് ഫോൾഡർ നെയിം കൊടുത്തു. ശേഷം ഒന്ന് ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ പ്രസ് ചെയ്യുക. ദെൻ ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ ഫോൾഡർ ബ്ലാങ്ക് ആയിരിക്കും, കാരണം അതിൽ നമ്മൾ ഒരു ഫയലും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി ഈ ഫോൾഡറിനെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. അതിന് ഒന്നുകിൽ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ ഡിലീറ്റ് എന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്നും ആ ഒരു ഫോൾഡർ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്കത് വീണ്ടും തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ റീസൈക്കിൾ ബിൻ എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഓപ്പൺ ആയി വരും. അതിൽ ധാരാളം നമ്മൾ ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയലും ഫോൾഡറും ഒക്കെ കാണാൻ സാധിക്കും. ദെൻ താഴോട്ട് ഡ്രാഗ് ചെയ്ത് നോക്കിയാൽ കാണാം നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള സ്വീറ്റ് എന്ന ഫോൾഡർ. ഇനി ഇത് വീണ്ടും നമുക്ക് റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം റീസ്റ്റോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് വീണ്ടും നമുക്ക് റീസ്റ്റോർ ആയിട്ട് ഡെസ്ക്ടോപ്പിൽ തന്നെ കാണുന്നതാണ്. ഇതുപോലെ നമുക്ക് ഏതൊരു ഫയലും ഫോൾഡറും നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രയും മതി. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.